ഹായ് ഗായ്സ്, പ്രൊമോഷൻസ് ചെയ്യാം. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ ആപ്പോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനകത്ത് 1% മാന്യത വേണ്ടേ, 1% സത്യസന്ധതയും വിശ്വാസ്യതയും വേണ്ടേ? ഇതൊന്നും ചെയ്യാതെ വെറുതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറയുന്നത് പോലെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനേയും പ്രൊമോട്ട് ചെയ്യാനിരിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിൽ നമ്പർ 1 ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനാമിക വിഷ്ണു ടോപ്പിക് യൂട്യൂബ് ചാനലിലെ അനാമിക പുതിയൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 200-300 ആൾക്കാർ കണ്ട ഉടനെ തന്നെ അത് ഡിലീറ്റ് ആക്കി മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്ക് മനസ്സിലായി ഇത് കുറെ അധികം ആൾക്കാർ കണ്ടാൽ പിന്നെയും ബഹിരാകാശത്തേക്ക് ഒരു വണ്ടി പിടിച്ച് പോവേണ്ടതായിട്ട് വരുമെന്ന്. കാരണം അത്രയ്ക്കും ശുദ്ധ മണ്ടത്തരവും ശുദ്ധ വിഡ്ഢിത്തരവുമാണ് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് പ്രൊമോഷൻ എന്ന പേരിൽ വിളിച്ചു പോകുന്നത്. എന്തായാലും ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെക്കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100-99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു പ്രശ്നത്തിനുള്ള ആൻസർ ആർട്സ് ടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതിൽ കയറി എന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാര്യങ്ങൾ എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആസ്ട്രോ ടോക്ക് എന്നോട് പറഞ്ഞു, നിനക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് നീ ഇപ്പൊ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആണ്, പൈസ വരുന്നുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെ എന്റെ പ്രോബ്ലംസ് ഈസ്റ്റഡ് ആസ്ട്രോ ടോക്ക് പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. പക്ഷെ അതീന്നും എന്നെ ഞെട്ടിച്ചത് എന്താണെന്നറിയോ? മോളെ, ഇതിൽ തന്നെ ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. ആസ്ട്രോ ടോക്കിനോട് എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള എന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഷടപടേന്ന് ആസ്ട്രോ ടോക്ക് എന്നിലേക്ക് പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി ധരിച്ചു പോയി എന്നൊക്കെയാണ് അനാമിക മോള് പറഞ്ഞു വെക്കുന്നത്. എന്റെ പൊന്നോ, തള്ളെന്നൊക്കെ പറഞ്ഞാൽ ഇജാതി തള്ളു. ഹസ്ബൻഡും ഞാനും തമ്മിൽ ഈ ഫിനാൻഷ്യൽ ടൈറ്റിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇതായിരുന്നു ഭയങ്കര വലിയ ഭാരമായിട്ട് തന്നെ. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുടുംബത്തിൽ ഇവരുടെ നിലവിലത്തെ പ്രശ്നം, ഇവർ ആസ്ട്രോ ടോക്കുമായിട്ട് പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. ഇവർക്ക് രണ്ടുപേർക്കും പൈസ വരുന്നുണ്ട്, പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല. എങ്ങനെയൊക്കെയോ ചെലവായി പോകുന്നു. കൂട്ടുകാരോട് ഒരു പരിഹാരം ചോദിക്കുന്നു, വീട്ടുകാരോട് ചോദിക്കുന്നു, ആരുടെയും കയ്യിൽ ഒരു പരിഹാരമില്ല, ഒരു സൊല്യൂഷൻ ഇല്ല. അങ്ങനെ ആസ്ട്രോ ടോക്കിനോട് ചോദിക്കുമ്പോൾ ആസ്ട്രോ ടോക്ക് പറഞ്ഞു തരികയാണ്, നിന്റെ പ്രശ്നം ഞാൻ പറയാം, നിന്റെ പ്രശ്നം നിനക്ക് കയ്യിൽ വരുന്ന പൈസയൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതല്ലേ. അതിലെ പ്രധാന കാരണം നീയും നിന്റെ ഭർത്താവും ഈ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എന്നാണ്. എൻ്റെ പൊന്നു മോളെ, ഒരു വീട്ടിൽ ആകെ ഈ അനാമികയുടെ ഭർത്താവും ഇവരുടെ കുഞ്ഞും ഉള്ളൂ. ആ വീട്ടിൽ ഇത്രയധികം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ലേ? സംസാരിക്കാതെ ഒരു ആപ്പ് വഴി ഏതോ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു തന്നാലാണോ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ? ഇത്രയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെന്ന് ഇതിനു മുമ്പൊന്നും ഒരു വീഡിയോയിലും പറഞ്ഞു കണ്ടിട്ടില്ലല്ലോ. ഇതെല്ലാം പോട്ടെ, ഈ വീഡിയോ ഇടുന്നത് ഇന്നലെയാണ്. ഇപ്പോൾ അത് ഡിലീറ്റ് ആക്കി വാലും ചുരുട്ടി ഓടിയിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോ ഇടുന്നതിന് 2 ദിവസം മുമ്പ് അനാമിക ഇട്ടൊരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ണിയെണ്ണോ എനിക്കും വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞില്ല, പക്ഷെ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ ചിലവായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അവളുടെ ഹോസ്പിറ്റൽ ചിലവ്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അവളുടെ ഹോസ്പിറ്റൽ ചിലവ്, പിന്നെ ഞങ്ങളുടെ ചിലവ്, ഉണ്ണിമോളുടെ ചിലവ്. അപ്പം അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടിലൂടെ നേടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്കത് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 20 വയസ്സെന്നൊരു നിലയിൽ ഞാൻ പറയുവാണ്, എനിക്ക് എൻ്റെ പഠിത്തവും എൻ്റെ ഉണ്ണിമോളുടെ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഒരു വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു എമൗണ്ട് ഏണിങ്സും എന്നെ കേട്ടല്ലോ. അനാമിക തന്നെ 2 ദിവസം മുമ്പ് വന്നിരുന്ന് പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിന് തരക്കേടില്ലാത്ത ശമ്പളമുള്ളൊരു ജോലിയുണ്ട്, അതുകൂടാതെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്കൊരു ലോണില്ല, ഞങ്ങളുടെ വീടിനോ വണ്ടിക്കോ ഫോണിനോ ഒന്നും EMI കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞ ഇതേ അനാമിക കുറച്ച് പൈസ കിട്ടിയപ്പോൾ ആസ്ട്രോ ടോക്കുകാർ കുറച്ച് പൈസ അങ്ങ് വാരി വെതറിയപ്പോൾ പ്രൊമോഷൻ എന്ന പേര് വന്നിരുന്ന് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് ഇവർക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ അങ്ങ് പറയുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പരിഹാരവുമായിട്ട് ആസ്ട്രോ ടോക്ക് ഗുരുജി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നത്? എത്ര ഡിലീറ്റ് ആയാലും അല്ലെങ്കിൽ ഈ വീഡിയോ അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കിയൊക്കെ പോയാലും 300-400 പേരെങ്കിലും ഇത് കണ്ടതാണ്. അപ്പോൾ അവർക്കെങ്കിലും തലയ്ക്കകത്ത് തലച്ചോറുള്ളതുകൊണ്ട് അവർ എങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് മോൾ ഇത് പച്ചയ്ക്ക് നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന്. ഒരു
വേറെ ആരിന്നും കിട്ടാത്ത ഒരു ഒരു ആൻസറും ഒരു കറക്റ്റ് ഒരു ആൻസർ എനിക്ക് ആസ്ട്രോടോക്കിൽ നിന്ന് കിട്ടി, ഒരു കറക്റ്റ് സൊല്യൂഷൻ. പിന്നെ ആസ്ട്രോടോക്ക് എനിക്ക് കുറെ സിമ്പിൾ റെമഡീസ് പറഞ്ഞു തന്നു. അപ്പൊ ആ സിമ്പിൾ റെമഡീസും ആരിൽ നിന്നും കിട്ടാത്ത ഒരു ആൻസർ കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ ലൈഫിൽ ഈ പ്രോബ്ലം ഇന്നല്ലെങ്കിൽ നാളെ എന്താണ് സൊല്യൂഷൻ? നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അസ്ട്രോടോക്ക് എന്താണ് നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു തന്നത്? അത് പറയുന്നില്ലല്ലോ. എന്താണ് നിങ്ങളോട് ജോലിക്ക് പോകാൻ പറഞ്ഞോ? അല്ലെങ്കിൽ യൂട്യൂബ് നിർത്തിയിട്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ച് എന്തെങ്കിലും നല്ല ജോലിക്ക് പോകാൻ പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പൈസ കടം മേടിക്കാൻ പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പിനുള്ള ഐഡിയ പറഞ്ഞു തന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആസ്ട്രോടോക്ക് പരിഹരിച്ചു തന്നത്? അങ്ങനെ ആസ്ട്രോടോക്കിനല്ല രണ്ടാമതൊരാൾക്ക് വേറൊരാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അവനവൻ തന്നെ വേർപ്പൊഴുകി അധ്വാനിച്ച് സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യോ, ജോലിക്ക് പോവോ, എങ്ങനെയെങ്കിലും അവനോൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കണം. അല്ലാതെ പ്രൊമോഷന് പൈസ കിട്ടിയെന്ന് പറഞ്ഞ് അസ്ട്രോടോക്ക് എല്ലാം തീർത്തു തരുമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ 10 വ്യക്തികളെങ്കിലും ഇത് വിശ്വസിച്ച് അസ്ട്രോടോക്കിലേക്ക് പൈസ ഇറക്കിയാൽ ഇറക്കുന്നവരുടെ പൈസ പോയി കിട്ടും. അസ്ട്രോടോക്കിന് കുറച്ചും കൂടെ വരുമാനം കിട്ടുമെന്നതിലപ്പുറത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിങ്ങളുടെ മാനസിക വിഷമങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളോ ഒന്നും മാറാൻ പോകുന്നില്ല. ഇതൊക്കെ ഇക്കാലത്തും വന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. വിശ്വസിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഇതൊക്കെ പ്രചരിപ്പിക്കാൻ അനാമികനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ആർക്കുമ്പോഴും ഖേദം തന്നെയാണ്. എന്നെനിക്കൊരു ഉറപ്പ് കിട്ടി, ഈ ഒരു പ്രോബ്ലം എന്നും എന്റെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്നെനിക്കൊരു ഉറപ്പ് ആസ്ട്രോക്കിൽ നിന്ന് കിട്ടി. അപ്പം ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയ? ഓൺലൈൻ ഗുരുജിയുടെ കയ്യിൽ നിന്ന്, ആസ്ട്രോടോക്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഉറപ്പും വിശ്വസിച്ചുകൊണ്ടാണോ മോള് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്? എനിക്ക് കുറച്ച് റെമഡീസ് ആസ്ട്രോടോക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എൻ്റെ ഈ സാമ്പത്തിക പ്രശ്നം മാറുമെന്ന് ആസ്ട്രോടോക്ക് എനിക്ക് ഉറപ്പ് തന്നുവെന്ന്. എൻ്റെ പൊന്നോ, ഈ പറയുന്ന 10-20 വയസ്സുള്ളൂ ഈ പെൺകുട്ടിക്ക്. ഈ 20 വയസ്സെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടെക്നോളജികളുടെ മുമ്പോട്ടുള്ള പോക്കും ശാസ്ത്രത്തിന്റെ വളർച്ചയൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും. എന്നിട്ടും ഈ കാലത്തും വന്നിരുന്ന് ഇതൊക്കെ വിശ്വസിക്കാനും, വിശ്വസിച്ചില്ലെങ്കിൽ പോലും പൈസ കിട്ടിയപ്പോൾ ഇത് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനും ഇറങ്ങി പുറപ്പെട്ട ആ മനസ്സ്, ആ തൊലിക്കെട്ടി നിങ്ങൾ കാണാതെ പോകരുത്. ആസ്ട്രോടോക്കിന്റെ പ്രൊമോഷൻ വീഡിയോ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവര് പറയുന്നത് ഉണ്ണിമോളുടെ കാര്യങ്ങളാണ്. അതായത് ഇവരുടെ മകളുടെ കാര്യങ്ങൾ, ഇവരുടെ മകളുടെ ഹെൽത്തിന്റെ അപ്ഡേറ്റ്സ്, ഇവരുടെ മകളുടെ കുസൃതികൾ, ഇപ്പോഴത്തെ സ്വഭാവങ്ങൾ, ഇപ്പോഴത്തെ രീതികൾ, ഇതൊക്കെ പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ വീഡിയോ ഇൻട്രോ കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു സ്റ്റോപ്പി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിമോളുടെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി ചോദിച്ചിട്ട് കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഈ ഇടകൊണ്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ഉണ്ണിമോളുടെ ഓരോ ഡെവലപ്മെന്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ താഴെ വരുന്ന കുറച്ച് കമന്റ്സ് ആണ്. പിന്നെ നമ്മൾ 1-2 പേര് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു, ഉണ്ണിമോളുടെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയാണോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിമോളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, അപ്പൊ അവരൊക്കെ ഇതൊരു റിപ്ലൈ. അപ്പം അവർക്ക് ഉണ്ണിമോളെ സ്നേഹിക്കുന്ന ഇവരുടെ മകളെ അത്രയധികം കരുതലോടെ കാണുന്ന അവർക്കുള്ള മറുപടി വീഡിയോ ആയിട്ടാണ് അനാമിക രംഗത്ത് വന്നിരിക്കുന്നത്. ആ മറുപടി വീഡിയോയിൽ ഇവരുടെ കുട്ടിയുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചോ രീതികളെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. ഏതോ 1-2 മിനിറ്റ് മാത്രം ഉണ്ണിമോൾ ഇപ്പോൾ മുട്ടിലാണ് എഴുതുന്നത്, ഉണ്ണിമോൾക്ക് ഇപ്പോൾ ചോറാണ് ഏറ്റവും ഇഷ്ടം, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ബാക്കി മുഴുവൻ ആസ്ട്രോടോക്കിനെ അങ്ങ് പൊക്കിയടിക്കുകയാണ്. സോ ഇൻട്രോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ മകളെ സ്നേഹിക്കുന്ന ആൾക്കാരോടുള്ള ആത്മാർത്ഥത കാരണം ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നതാന്ന് തോന്നും. ഒന്നുമല്ല, ഇവർക്ക് ഏത് രീതിയിലാണോ ആൾക്കാരെ പിടിച്ചിരുത്താൻ കഴിയുക, ഇവരുടെ മകളുടെ കാര്യം അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആരായാലും കുട്ടികളുടെ കാര്യമാണെന്ന് കേൾക്കുമ്പോൾ കുറച്ച് നേരം ആ വീഡിയോ ഇരുന്ന് കാണും. അപ്പോൾ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി എല്ലാവരുടെയും വീക്ക് പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബേബീസിന്റെ കാര്യം, ഇവരുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. അത് തുടങ്ങി ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ അയ്യോ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്ട്രോടോക്കിനെ കുറിച്ച് അങ്ങ് വാഴ്ത്തി പാടലുകളാണ്. എൻ്റെ ഫോൺ നിങ്ങൾ ആസ്ട്രോടോക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ചാറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വലിയ പ്രശ്നത്തിലാണല്ലേ, നിങ്ങൾ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് ഭീതിപ്പെടുത്തും. ഇത് ഞാൻ ആസ്ട്രോടോക്ക് ഉപയോഗിച്ചുകൊണ്ടൊന്നും പറയുന്നതല്ല, ഇത് അല്പം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. ഈ എന്താ പറയുക അന്ധവിശ്വാസവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പരത്തുന്ന ആൾക്കാർ ആദ്യം മനുഷ്യരിലേക്ക് ഒരു ഭയപ്പാടാണ് അങ്ങ് ഇറക്കി വിടുന്നത്. ഈ ഭയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ, വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാൾ ഒരിക്കലും ഇതുപോലുള്ള ആസ്ട്രോടോക്കിന്റെ അടുത്തോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ പുറകെയോ പോവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾ മാത്രമാണ് ഇങ്ങോട്ട് കയറി ചെല്ലുള്ളൂ. അപ്പോൾ അവരവിടുന്ന് പറയുകയാണ് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന്. അതെ, ഇത് കോമൺ ആണ്. കാരണം ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. അപ്പോൾ അവിടുന്ന് നിങ്ങളൊരു പ്രശ്നത്തിലാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വലയ്ക്കും, ഓ എങ്ങനെ അയാൾ ഇത് അറിഞ്ഞു, ഓ ഭയങ്കരം തന്നെ.
ഉടനെ അവർ പറയുകയാണ് നിങ്ങൾക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിലും വലിയൊരു ആപത്ത് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ടൈം ഔട്ട് ആവും. അപ്പോൾ നമ്മൾ 10 100 രൂപ കൊടുത്ത് അടുത്ത ചാറ്റിനുള്ള പൈസ അങ്ങ് അടയ്ക്കും. അപ്പോൾ പിന്നെ അടുത്തതുമായിട്ട് വരും. പിന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം വെച്ചുകൊണ്ട് അവരുടെ ഭാവി, ഭൂതം, വർത്തമാനം എങ്ങനെയാണ് ഒരാൾക്ക് പറയാനായിട്ട് സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. വളരെ ജനറലൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അച്ഛനുണ്ട്, നിങ്ങൾക്ക് അമ്മയുണ്ട്, നിങ്ങൾ ശ്വാസം എടുക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്, നിങ്ങളുടെ മുടി കറുത്തിട്ടാണ്, അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കറിയാത്ത യാതൊരു കാര്യവും, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത യാതൊരു കാര്യവും അസ്ട്രോടോക്കിനെന്നല്ല വേറെ ഒരു അന്ധവിശ്വാസം പരത്തുന്ന ആൾക്കും പരിഹരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ തരാനായിട്ടോ സാധിക്കില്ല. കുറച്ച് നേരത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചിലപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നുണ്ടാവും. അതിൽ കൂടുതൽ യാതൊരു ഗുണവും ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതുപോലെ പച്ചയ്ക്ക് മനുഷ്യരെ പറ്റിക്കരുത് അനാമിക. എന്തായാലും വീഡിയോ ഡിലീറ്റ് ആക്കിയത് നന്നായി, അല്ലെങ്കിൽ പിന്നെ എപ്പോഴേ എയറിലോട്ട് പോയേനെ. മറന്നുപോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വയ്ക്കുമ്പം ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുകയാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ആളുടെ 3 ദിവസം മുമ്പുള്ള വീഡിയോ ഉണ്ടോ ഞാൻ കേൾപ്പിച്ചത്. ഞങ്ങൾക്ക് EMI ഞങ്ങൾക്ക് ലോണില്ല, വി ആർ ഹാപ്പി, ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, എൻ്റെ ഉണ്ണിയേട്ടന് 15,000-20,000 രൂപ ശമ്പളമുള്ള ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം ബാധിക്കുന്ന അനാമികയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചത്. സോ ഈ സ്ക്രിപ്റ്റ് ദൃശ്യം 4-ന് മോള് പോയി സ്ക്രിപ്റ്റ് എഴുതാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതുപോലെ ട്വിസ്റ്റുകളും ഇതുപോലെ ഡ്രമാറ്റിക് സാധനങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു ഇൻഫ്ലുവൻസറെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ നല്ലൊരു സ്റ്റോറിയാ. ഫിനാൻഷ്യൽ സ്ട്രഗിൾ മുതൽ അങ്ങ് തുടങ്ങി എന്ത് മനോഹരമായിട്ടാണ് കാണുന്ന ആൾക്കാരെ അസ്ട്രോടോക്കിലേക്ക് അങ്ങ് കൺവിൻസ് ചെയ്യുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് സാമ്പത്തികവും റിലേഷൻഷിപ്പും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് അസ്ട്രോടോക്ക് വരുമെന്ന് പറഞ്ഞാൽ ഒരുവിധം ഇത് കാണുന്ന 100 പേരിൽ ഒരു 2 പേരെങ്കിലും അസ്ട്രോടോക്കിലേക്ക് ചെല്ലും ഉറപ്പാണ്. കാരണം അത് മലയാളികളുടെ മനസ്സാണ്, അത് മാറാൻ പോകുന്നില്ല. അന്ധവിശ്വാസം വിറ്റ് കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ അസ്ട്രോടോക്ക്. അവരെ ഇപ്പോൾ അവരുടെ പ്രൊമോഷൻ ചെയ്യുന്നത് കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുന്നുണ്ട്, അമല പോൾ വെച്ച്, അല്ലെങ്കിൽ അപർണ ബാലമുരളി പോലുള്ള സെലിബ്രിറ്റീസിനെ വെച്ച് പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുണ്ടെങ്കിൽ അത്രയധികം വരുമാനം അവർക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം. സോ അന്ധവിശ്വാസം എന്നും എപ്പോഴും മലയാളികളുടെ ഇടയിൽ കേരളത്തിൽ വിറ്റുപോകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ പച്ചയ്ക്ക് ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇതുപോലെ നുണക്കഥകൾ പടച്ചുവിട്ടാൽ എല്ലാവരും അത് വിശ്വസിക്കുമെന്ന് അനാമിക വിശ്വസിക്കരുത്, അനാമിക കരുതരുത്. എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്തുകൊണ്ടും നന്നായി. എന്തായാലും ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ മാത്രം അഭിപ്രായങ്ങളും എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത യാതൊരു പ്രശ്നവും രണ്ടാമതൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പരിഹരിച്ചു തരാമെന്ന് പറയുന്നതോ അത് വിശ്വസിക്കുന്നതോ ലോക മണ്ടത്തരവും വിഡ്ഢിത്തരവുമായിരിക്കും. സോ കുറച്ചെങ്കിലും തലച്ചോറ് കൂടെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഓൺലൈൻ ആപ്പുകളിൽ, ഓൺലൈൻ തട്ടിപ്പുകളിൽ കൊണ്ട് തല വെച്ച് കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കണം നമ്മുടെ കമന്റ് സെക്ഷനിൽ. ബൈ.